എക്ടോപിക് പ്രഗ്നൻസി. എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? യൂഷ്വലി ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം, അതായത് സ്പെർമും ഓവും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്തതിന് ശേഷം ഈ സൈഗോട്ട് യൂട്രൈൻ ക്യാവിറ്റിയിലോട്ട് എൻ്റർ ആവുന്നത് വിത്തിൻ 3 to 4 days ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആണ്. അത് കഴിഞ്ഞ് 7 to 10 days ആകുമ്പോൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും നടക്കും. അതായത് ഈ സൈഗോട്ട് യൂട്രസിനകത്ത് ഇംപ്ലാന്റ് ആവുകയും അവിടെ നിന്ന് ഗ്രോ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സ്. ഈ ഒരു ഇംപ്ലാന്റേഷൻ യൂട്രൈൻ ട്യൂബിനകത്തോ ഓവറീസിലോ അബ്ഡമനിലോ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺലി യൂട്രൈൻ ട്യൂബിനകത്ത് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിനകത്തായിരിക്കും വരുന്നത്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ മദർ ഹു ഹാവ് പ്രീവിയസ് എക്ടോപിക് പ്രഗ്നൻസി, എ മദർ ഹു ഹാവ് ട്യൂബൽ സർജറീസ് പ്രീവിയസ്ലി, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്. വാട്ട് ആർ ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എൻ എക്ടോപിക് പ്രഗ്നൻസി? സാധാരണ ഒരു അമ്മയിൽ കാണുന്ന എല്ലാ പ്രഗ്നൻസിയുടെ സൈൻസും കാണും. കൂടാതെ തന്നെ ബ്ലീഡിങ്, ബ്ലീഡിങ്, മൈൽഡ് ടു മോഡറേറ്റ് ബ്ലീഡിങ്, സിവിയർ അബ്ഡമിനൽ പെയിൻ, ലൈക്ക് നൈഫ് ലൈക്ക് പെയിൻ എന്നൊക്കെ പറയാം നമുക്ക്, which is radiated to the shoulder if the fallopian tube is ruptured. Of course, it will be ruptured when the baby started to grow, right? Okay. So, lab diagnosis അല്ലെങ്കിൽ confirmatory diagnosis എന്ന് പറയുന്നത് ട്രാൻസ് വജൈനൽ അൾട്രാസോണോഗ്രാഫി, അല്ലെങ്കിൽ നമുക്ക് a series of beta HCG which can be abnormally slowing. Then, what is the treatment? Treatment എന്ന് പറയുന്നത് നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. If it is ruptured, tubal correction, tubal surgeries, and methotrexate can be given if it is not ruptured. That's it.